മുത്തുമണീസല എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കണം. സോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നോമ്പ് 17 അപ്പോൾ നമുക്ക് എൻ്റെ കുഞ്ഞു കിച്ചൺ വിശേഷങ്ങളായിട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. സോ ഇന്ന് നമ്മളെ കൂടെ വർക്കിന് കയറാൻ നമ്മുടെ കണ്ണടക്കുട്ടനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലെ വിശേഷങ്ങളായിട്ട് കാണാം. എന്താ നമ്മുടെ സാമ്രാജ്യത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ നമ്മളെ കിച്ചണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതാ നമ്മൾ കിച്ചൺ കോട്ടൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. ഈ കിച്ചൺ കോട്ട് കുറേ ഇക്കടെ വാങ്ങിയിട്ട് കഴിച്ചു, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ഇടാറില്ല. അപ്പോൾ 10 പണി നമ്മൾ മേത്തൊക്കെ നിറച്ചും പൊടിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, പത്തിരി പരത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഇപ്പോൾ പത്തിരി പരത്താനാണ് റേറ്റ് ആണെന്നൊക്കെ അങ്ങനെ വിചാരിച്ചത് മനസ്സന്മാരെ. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, അങ്ങനെ ഒരു കണ്ടുപിടി. ലൈക്ക് അടിച്ചാലൊന്ന് മാർക്ക് ചെയ്തിട്ടോ. പത്തിരി ഞാനിവിടെ ഓൾറെഡി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കൂടെ പരത്തണം. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കുഞ്ഞ് കിച്ചൺ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മീൻസ് ഞാനിങ്ങനെ പ്രസ്സിലമർത്തിങ്ങാണ്ട് ചൂടാറുള്ളത്. പക്ഷേ നമുക്കിത് പരത്തണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായതുകൊണ്ട് നമ്മളെ പരത്തിക്കോല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പരത്തണം കല്ല് കേട്ടോ. ഓക്കെ, ഇതൊക്കെ എടുത്തിട്ട് കുറച്ചായി. നമുക്കിതൊന്ന് നോക്കാം. നല്ല ക്ഷീണമല്ലേ എൻ്റെ മുഖത്ത്, ഒരു ശരിക്കൊരു തള്ളകൾക്ക് കഴിക്കണില്ലേ, പേടിക്കണം കേട്ടോ. ഇത് ഞാനാണ് ഇപ്പോൾ കണ്ണട വെച്ചുകൊണ്ട് ശരിക്കും ടീച്ചറമ്മനെ വഴിയുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അതൊന്നും മൈൻഡാക്കണം. അപ്പോൾ അതാദ്യം നമ്മൾ കല്ലിലോട്ട് ലേശം പൊടി ഇങ്ങനെ വിതറും. അയ്യോ പുറത്ത് പോകരുത് കേട്ടോ, കാരണം ആഹാരമാണ്, നമ്മൾ നോക്കി കണ്ടു വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പരത്തി വെച്ചാൽ ഈ പത്തിരി കിട്ടുക. എന്നിട്ട് അങ്ങോട്ട് കൂടെ തട്ടും അല്ല. ഇത് പിന്നെ ഇതിങ്ങോട്ട് പരത്തിനൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ സീനാണ്. കാരണം ഇത് ഈ പത്തിരി പരത്താന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കുള്ള സംഭവമാണ്. ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് ഇങ്ങോട്ട് കിട്ടണം. ചിലത് ഷേപ്പൊന്നും ഉണ്ടാവില്ല, ചിലത് ത്രികോണവും ചതുരമൊക്കെ ആയി പോകാറുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ തിന്നാളല്ലേ വെച്ചിട്ടേ അതേപോലെ അല്ല തിന്നാ വെച്ചിട്ട് നമ്മൾ പിന്നെ ഒരൊറ്റ മീനിലാണ് കഴിക്കണേന്. ഞങ്ങൾ തട്ടുമ്പോൾ പത്തിരിക്കുട്ടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തട്ടി കൊടുക്കാം. ഇത്ര നേരം പരത്തിയിട്ട് നല്ല രസവും പുള്ളിയുള്ളൊരു പത്തിരിനെ കിട്ടിയപ്പോഴാട്ടോ നല്ല ഷേപ്പിലുള്ള പത്തിരിക്കുട്ടനെ ചടകാക്കെ. അപ്പോൾ അത് നമ്മൾ പത്തിരി റെഡി ആയിട്ടുണ്ട്. പരത്തിലൊക്കെ കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ കേട്ടോ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചിട്ട് ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിത് വലിയ റിസ്ക്കുള്ള സംഭവമൊന്നുമല്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാക്കി എല്ലാവർക്കും ഭയങ്കര റിസ്ക്കാണെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പൊതുവെ എല്ലാവരും പറയാറുള്ളത് പത്തിരി ഉണ്ടാക്കൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണെന്ന് കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് പത്തിരി ഉണ്ടാക്കലാണ് എനിക്ക് ഏറ്റവും ഈസിയുള്ള പരിപാടി. അപ്പോൾ പത്തിരിയാണ് എനിക്ക് ഈസിയെന്ന് പറയുമ്പോൾ എല്ലാവരും പത്തിരിയോ ചോദിക്കും. അതെ ഗൈസ്, എനിക്ക് പത്തിരി ഉണ്ടാക്കലാണ് ഈസിയുള്ള പരിപാടി. സംഭവം പത്തിരിയൊക്കെ നമ്മൾ വലിയ കടയിൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇറച്ചി കിട്ടിയിട്ടില്ല കേട്ടോ. പത്തിരി ഇറച്ചിയില്ല കോമ്പിനേഷൻ, പക്ഷേ ഇറച്ചി കിട്ടിയിട്ടില്ല. ഇറച്ചിക്ക് വരുമ്പോൾ കൊണ്ടുപോയിക്കാനും കുറച്ച് സമയം അവിടെ വരുമ്പോൾ, അപ്പോൾ അതിന് ഞാൻ വേഗം കടി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചാട്ടോ. നമുക്ക് എന്ത് കാര്യം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പൊതുവേ എനിക്ക് മടിയാണ്, പക്ഷേ ചില നേരത്തെ എനിക്ക് ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നത് എൻജോയ് ചെയ്തിട്ടുണ്ടാക്കും കേട്ടോ. ഇന്നെ പോലെ ഫുഡ് ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫുഡൊക്കെ കഴിക്കുന്നത് ഫുഡ് മീൻസ് കടി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മൾ ഇതൊക്കെ തക്കാളി ഉള്ളി മുളകൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വന്നിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ഇറച്ചിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഓക്കെ, കറി ഉണ്ടാക്കുന്നതിന് മുന്നേ നിസ്കരിക്കണം. ബാങ്ക് ഇപ്പോൾ കൊടുത്തു. അപ്പോൾ പോയി നിസ്കരിച്ചിട്ട് നല്ല ക്ഷീണമുണ്ട്. തലൊക്കെ അങ്ങനെ ചെറുങ്ങനെ കറങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിസ്കരിച്ച് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടോ. അങ്ങനെ നമ്മളെ കൈകി വെച്ച് ചിക്കൻ ഇതാ നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉള്ളിയും തക്കാളിയും കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ആദ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടയുന്ന ടൈപ്പിലാവണം, എന്നാലേ കൂടുതലായിട്ട് നമുക്ക് ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഉടഞ്ഞിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴത്തത് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ ഒരു ഇതിൽ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന പരുവത്തിലൊന്ന് വേകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് വഴറ്റണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കന് ഈ മസാലയ്ക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയ പെരും ടേസ്റ്റ് ആയിക്കാരം ഗൈസ്. അത് എന്ത് സംഭവം എനിക്കറിയാം. ഞങ്ങൾ ചിക്കൻ എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ച് അത് നമ്മളെ ചിക്കൻ്റെ ഫൈനൽ ലുക്കാട്ടോ. ഒക്കെ മസാല കൂട്ടി ഞാനൊന്നിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് കുറച്ച് ലേശം വെള്ളത്തിലൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ കേട്ടോ ഞാൻ അടച്ച് വെക്കാറുള്ളത്. ഒന്ന് അത്യാവശ്യം ഇതിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കണം. അടച്ച് വെക്കണം. ഇനി ഒരു 4 വിസിൽ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തേക്കണം. നമ്മൾ മല്ലിച്ചപ്പ് ലേശം വെന്ത് കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ അരിഞ്ഞ് വേവണേൻ്റെ സമയം കൊണ്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. മാങ്ങയാണ് കൊടുക്കുന്നത് ഇക്ക. അപ്പോൾ നമുക്കൊന്ന് മാങ്ങ ജ്യൂസ് നമ്മൾ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പാലിട്ടിട്ടാണ് അടിക്കണത്. പാലില്ലാതായിരിക്കും. പക്ഷേ ഈ മാങ്ങ അരിയുമ്പോൾ മെയിൻ ഇങ്ങനെ പുളിക്കിട്ടും. അപ്പോൾ ഞാനിത് ഇക്കാനോട് കട്ട് ചെയ്തിട്ട് ചോദിച്ചിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവരുണ്ട് ഇങ്ങനെ കമൻറ്റ്. ഇത് കാണുമ്പോൾ തന്നെ മെയിൻ ഇങ്ങനെ ഇക്കയാണ് കേട്ടോ മാങ്ങ കട്ട് ചെയ്യണത്. പഴുത്ത് മാങ്ങയാണല്ലേ. അങ്ങനെ നമ്മളെ മാങ്ങ പാലിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ചാറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. ജ്യൂസായി. നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം. ഫ്രിഡ്ജ് കയറുമ്പോൾ കേട്ടോ വത്തക്ക മുറിക്കണം. ഫ്രൂട്ട്സ് കട്ടിങ് കണ്ടിട്ട് ഞാൻ അടുത്തത് അല്ലാ നമുക്ക് മുന്തിരി ഉണ്ട്. മുന്തിരിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ കിവി ആണ് എടുക്കുന്നത്. കിവി അധികം ഒന്ന് വെച്ചിട്ടാണ് കഴിക്കാറുള്ളത്. നല്ല പറയുമ്പോൾ ക്ഷീണത്തിനും കാര്യത്തിനൊക്കെ നല്ല ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടുകൾ കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കഴിക്കാറുള്ളതാണ്. അത് ഞാൻ വെക്കാൻ പറ്റുന്നത് കിവിയാണ്. അപ്പോൾ മുന്തിരിയും ഇത് ഞാൻ ഒക്കെ ഒരു ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ തേൻ അടച്ച് വെക്കാറുള്ളത്. ഇത് ഈ കിവിൻ്റെ ബോക്സ് തന്നെയാണ്. കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതിൽ തന്നെയാണ് ഞാൻ ആക്കി വെക്കാറുള്ളത്. ഇനി നമുക്ക് നമ്മൾ ക്ലീനിങ് ആണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ ലാസ്റ്റ് യുദ്ധം പോലെ ഉണ്ട്. കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ കഴുകി വെച്ചിട്ടോ. ഒന്നാമത് ടയർഡ് ആയിരിക്കണം. അതൊക്കെ പാടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതാണ് അപ്പോൾ കുറച്ച് തന്നെ വെക്കുന്നത്. ഇനിയിപ്പോൾ ക്ലീനിങ് ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കനിപ്പം ഇതൊക്കെ ആവി പോയിട്ടുണ്ട്. പ്രഷറൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കപ്പോൾ എന്താണ് അവസ്ഥയാണ് കാണുന്നില്ലേ. നല്ല അടിപൊളി ആയിക്കുന്നുണ്ട് സംഭവം. ഉപ്പുണ്ടാവുമെന്ന് അറിയില്ല. കാരണം എന്താ പറയുക നോമ്പായതുകൊണ്ട് നമുക്ക് നോമ്പ് അറിഞ്ഞപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നു കേട്ടോ. ഇതിന് ശേഷം മല്ലിച്ചപ്പ് ഇടാം. മല്ലിച്ചപ്പ് ഞാൻ ലാസ്റ്റാണ് എപ്പോഴും ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ് ഞാൻ ലാസ്റ്റ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് പ്രത്യേകം ഒരു ഇതിൽ കിട്ടും ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അല്ല അപ്പോൾ ഞാൻ ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം കൂടി ഉണ്ട് ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ പണിയെടുക്കില്ല എന്ന് എല്ലാവരും ലൈവിൽ പറയാറുണ്ട്. ഓർക്കും മറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിച്ചത്. അപ്പോൾ ഇനി ജ്യൂസൊക്കെ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് ഇപ്പോൾ പത്തിരി തവടായി ചിക്കൻ കറിയായി. അപ്പോൾ ഇനി ബാങ്ക് കൊടുത്താണ് അൽഹംദുലില്ലാ അതും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു.